ഇതാണോ? എന്താണ് നോക്കണത്? ഇത് സാമ്പാർ, ഇത് ചോറ്, ദേ കപ്പങ്ങാത്തോര് കണ്ടിട്ടില്ലേ? അങ്ങനെ നോക്കണ്ട. മീനൊന്നും ഇല്ല. ഇന്ന് 2 മാസത്തേക്ക് മീനില്ല. ട്രോളിംഗ് നിരോധനമാണ്. അല്ലേ തന്നെ എന്തോ ചെയ്തിട്ടാണ് ഈ തിന്നണത്. ആരേലും വന്നൊന്ന് കുരക്കത്ത് പോലും ഇല്ല. പേനത്ത് വെച്ച് പോടാ പട്ടി. ഇത് എന്തുവാടാ? ഇരുത്തി അങ്ങ് അപമാനിക്കുവാണല്ലോ തള്ള. പിന്നെ അപമാനമൊക്കെ എനിക്ക് അല്ലേ വേണ്ട, പുല്ലാണ്. ഈ മീൻ ചാറില്ലാതെ ചോറ് എങ്ങനെ തിന്നാനാണ്? എല്ലാ ദിവസവും ഈ തള്ള സാമ്പാറും ചോറും തരും. പിന്നെ പപ്പായത്തോരനും. അത് ശരിക്കും അവർക്കാണ് കൊടുക്കേണ്ടത്. വല്ലാത്ത ക്രിമികടിയാണ് അവർക്ക്. ശരി, നിനക്ക് അകത്തുനിന്ന് സ്പെഷ്യൽ വല്ലതും കിട്ടുന്നുണ്ടാടി? എവിടെ എനിക്കും ഈ ശാമ്പാരും ചോറും. നേരത്തെ ആ പെങ്കൊച്ച് ഹാർലിക്സ് ബിസ്ക്കറ്റ് തരുമായിരുന്നു. ഇപ്പൊ അതെ കുറെ പൂപ്പലടിച്ച 10 രൂപയ്ക്ക് 10 പാക്കറ്റ് ഇട്ടിട്ട് എന്തോ കുറഞ്ഞ സാധനം തരുന്നത്. ഓ, അത് കാണുമ്പോ തന്നെ ഛർദിക്കാൻ പറ്റും. എന്നിട്ട് ഛർദിക്കുന്നൊന്നും കാണുന്നില്ലല്ലോ. അതെങ്ങനെ? വേറൊന്നും കിട്ടാത്തതുകൊണ്ട് ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അല്ല, ഇവിടെ മീൻ പിടിക്കുന്നതിന് മാത്രമല്ല ഈ ബോളിംഗ് നിരോധനം. ബോളിംഗ് അല്ല, ട്രോളിംഗ്. അത് തന്നെ. ഇറച്ചിക്ക് ബോളിങ്ങും ട്രോളിങ്ങും ഒന്നും ഇല്ലല്ലോ. ഇച്ചിരി ഇറച്ചി മേടിച്ച് വേവിച്ച് തന്നാൽ എന്താ ഇവർക്ക്? ഒന്നും വേണ്ട. അത് വേവിച്ച വെള്ളം എതിര് തന്നാൽ മതിയല്ലോ. വരട്ടകൾ. ഞാൻ ഇങ്ങോട്ട് ഇതിന് പോവാടാ. ഈ വീട്ടിലെ ലൈഫ് സാടായി തുടങ്ങി. നീ കുറെ നാളായല്ല പോണെന്ന് പറയുന്നത്. ഇതുവരെ പോകാത്ത എന്താണ്? പിന്നെ ആരെങ്കിലും പിടിച്ചു വെച്ചാ ഇവിടെ? നീ കളിയാക്കണ്ട. നല്ലൊരു വീട് സെറ്റായ ഞാൻ കാടും. എടാ, വീടൊക്കെ റെഡി ആകുന്നുണ്ട്. എന്റെ ഒരു വല്യമ്മയുടെ മോൾ ഒരു റിച്ച് ഫാമിലിയുടെ കൂടെയുണ്ട്. എപ്പോ കണ്ടാലും ചെല്ലാൻ പറയും. നീ കൂടുതൽ കളിയാക്കണ്ട. എനിക്ക് പോവാൻ സമയം കിട്ടാത്തോണ്ടാ. പിന്നെ ഇവിടുത്തെ ജില്ലാ കളക്ടർ അല്ലേ നീ? സമയം കിട്ടാതിരിക്കാൻ ഒന്ന് പോടി, വെറുതെ പൂൾ പഠിക്കാതെ. അതൊന്നുമല്ല. പക്ഷെടാ, അവിടെ ഒരു കണ്ടനുണ്ട്. അവൻ ഇച്ചിരി ഭാഷലനാടാ. അതാ ഞാൻ അവിടെ പോകാത്ത. പിന്നെ എങ്ങനെയാടി നിന്റെ കുഞ്ഞമ്മയുടെ മോള്? വല്യമ്മയുടെ മോള്. വല്യമ്മയുടെ മോള് അവിടെ നിക്കണത്? അവൻ അവളുടെ കെട്ടിയവനായി പോയില്ലേ. അതൊക്കെ പോട്ടെ. നിനക്ക് ഇത്തിരി നോൺ വെജ് തിന്നണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കൂടെ നിക്കാമെങ്കിൽ വഴിയുണ്ട്. പാതി പാതി, അതായത് 50-50. ഓക്കേണോ? അപ്പ ചെന്ന് ചോദിച്ചാ പോരെ. എവിടെ കിട്ടും ഇത്? എന്ത്? അല്ല, നോൺ എവിടെന്നോ കിട്ടുമെന്ന് നീ പറഞ്ഞില്ലേ? പിന്നെ എടുത്തു വെച്ചിരിക്കുവല്ലേ ഉടനെ എടുത്ത് ചെന്ന് വിഴുങ്ങ. എടാവേ, ഇത് കുറച്ച് സാഹസികത ആവശ്യമുള്ളൊരു പണിയാണ്. ആദ്യം ഇതിനൊക്കെ ഒരു പ്ലാൻ തയ്യാറാക്കണം. വീട് പണിയായിരിക്കും. അല്ല, പ്ലാനൊക്കെ തയ്യാറാക്കണോണ്ടേ ചോദിച്ചതാ. നിനക്ക് നോൺ വെജ് വേണോ വേണ്ടേ? അത് പറ. അത് വേണം. എന്നാ ഈ മുണഞ്ഞ തമാശയൊക്കെ മാറ്റി കാര്യത്തിലോട്ട് വാ. വന്ന് അതായത് ഞാൻ ഉദ്ദേശിച്ച നോൺ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. അയ്യോ, കോഴി ഫാമിലിയാ? അതൊന്നും ശരിയാവൂല. ഓ, കിടന്ന് തൊള്ള തുറക്കാതെ, ഞാൻ പറഞ്ഞു വരട്ടെ. പൂനാ പടകളാണേ ഞാനില്ല. അവരേക്ക് കൂടപ്പിറപ്പുകളെ പോലെയാണ്. ഈ നായിന്റെ മോൻ. ഞാനൊന്ന് പറഞ്ഞു വരട്ടെ. പറ. പൂവനും വേണ്ട, പെടകളും വേണ്ട. പക്ഷെ അവരുടെ മുട്ട എടുക്കാലോ. അയ്യോ, മുട്ടയാ? ഒന്ന് പതുക്കെ പറയടാ. അയ്യോ, മുട്ടയാ? അതെ, മുട്ട. അതിനാ നിനക്ക് മുട്ട ഇറങ്ങത്തില്ലേ? പിന്നെ എനിക്ക് മുട്ട ഇഷ്ടമൊക്കെയാണ്. അയ്യോ, നാണിച്ചിരിക്കുന്ന കണ്ടില്ലേ ഒരൊറ്റ കുത്ത്. എടാ വേടം പട്ടി, ആ കാണുന്ന കൂട്ടിലാണ് നമുക്ക് ആവശ്യമായ മുട്ട. അതറിയാലോ? അയ്യോ, അത് കോഴിക്കോടല്ലേ? അല്ല, താജ്മഹല്. നീ കണ്ടിട്ടില്ലേ? അതാ. ഓഹോ, ഈ നായിന്റെ മോനെയും കുത്തി മുട്ട മോട്ടിക്കാൻ പുറപ്പെട്ട എങ്ങനെ പറഞ്ഞാൽ മതിയല്ല? മോട്ടിക്കാനാ? അതെ, മോട്ടിക്കണം. അല്ലാതെ ചെന്ന് ചോദിച്ചാൽ മുട്ട എടുത്തു തരാൻ നിന്റെ അമ്മായിയുടെ വീടുന്നവരല്ല അത്. അയ്യേ, മോട്ടിക്കാനൊന്നും ഞാനില്ല. ഞാൻ ഈ വസ്തുവൊക്കെ സംരക്ഷിക്കേണ്ടവനല്ലേ. ഈ വേലി തന്നെ വളഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ പോലെ ആവൂലേ? അയ്യോ, വേലി വളഞ്ഞിരിക്കുവല്ല, മലന്ന് കിടക്കുക. പട്ടി, നിനക്ക് മുട്ട തിന്നണോ? ഈ ഉണക്കച്ചോറും ത്രിവേടിത്തോരനും കൂടി തിന്നാ മതിയാ? മുട്ട തിന്നണം, പക്ഷെ മോട്ടിച്ചാ നമ്മൾ നരകത്തിൽ പോകുന്നാ പറയുന്നേ. ആര്? എന്റെ അമ്മ പറഞ്ഞായിരുന്നു പണ്ട്. എടാ, മോട്ടിച്ചാ നരകത്തിൽ പോണോടാ. ഈ ഉണക്കച്ചോറും ചാമ്പാറും പിഴുങ്ങി സ്വർഗത്തിൽ ചുന്തിന്. അവിടെയും ഫുള്ള് വെജാ. സ്വർഗത്തിലും വെജാ? പിന്നല്ലാതെ. എടാ, സ്വർഗത്തില് ഫുള്ള് വെജാ. സ്വർഗത്തിൽ നമുക്ക് ആവശ്യത്തിന് ഫുഡ് കിട്ടും, പക്ഷെ ഫുള്ള് വെജാ. എന്നാ നരകത്തിലാണെങ്കിലാ ഒരു തവണ ഫുഡ് കിട്ടത്തുള്ളൂ. എങ്കിലും ഉണ്ടല്ലോ, നല്ല നോൺ വെജ് ഫ്രൈ ആയിരിക്കും. എന്റെ അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട് ഇത്. ഈ ജയിലിലേക്ക് പോലെ അല്ലേ? ജയിലിൽ ഒരു നേരം ഒന്നുമില്ല, 4 നേരവും ഫുഡ് കിട്ടും. എന്നെ അമ്മനൊക്കെ ജയിലിൽ പോണോന്നൊക്കെ ഉണ്ട്, പക്ഷെ അത്രയും പൊക്കമുള്ള മതില് ചാടിക്കിടക്കാൻ പറ്റത്തില്ല. പണ്ട് എന്റെ ഒരു അമ്മാവൻ ചാടിക്കേറിയതാ ആ മതിലേല്. എന്നിട്ടെന്നാ, പുള്ളി ഒറ്റച്ചാട്ടത്തിന് കേറി. പക്ഷെ അകത്തേക്ക് ചാടിയപ്പോ മൂക്കും കുത്തി വീണ് കഴുത്തൊടിഞ്ഞ്, കൈ ഒടിഞ്ഞ്, കാലൊടിഞ്ഞ്. എന്നിട്ട് അമ്മാവൻ നോക്കിയാ? അവിടെ തന്നെ കുഴിച്ചിട്ടെന്നാ കേട്ടത്. എടാ, പഴം പുരാണം അടിക്കാതെ വാ, ഓപ്പറേഷൻ തുടങ്ങാം.
അതായത് ഞാൻ ചാടി കോഴിക്കുട്ടി കയറും. നീ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി പറയണം. ആരേലും വരുവാണെങ്കിൽ സിഗ്നൽ തരണം. ഓക്കെ? അയ്യോടി, സിഗ്നലിന് പൊക്കി കാണിക്കാൻ തുണിയില്ലല്ലോടി. ഖോ, ഈ പട്ടിക്കൊക്കെ ലേശം ബുദ്ധിയാകാം കേട്ടോ. നീ ഒന്നും പേടിക്കണ്ട, ഒന്നും മുരളാലോ ഇങ്ങനെ. അങ്ങനല്ലടി, ഇത് ഇങ്ങനെ. ഇപ്പൊ മുരണ്ടത് നിനക്കെങ്കിലും കേൾക്കാൻ പറ്റിയ? ചെറുതായി. പിന്നെ അകത്ത് എന്നിരിക്കുമ്പോ ഞാൻ എങ്ങനെ കേൾക്കാനല്ല പട്ടി? നീ ഒന്ന് കുരച്ചേ. ദേ ഇത് മതി, ഇത് മതി. ഇപ്പൊ കുരയ്ക്കാനൊക്കെ അറിയാം. വെറുതെ അല്ല ആ തള്ള പറയണത്. എന്ത് പറയണത്? ഒന്നുമില്ല. ഞാൻ ദേ മുട്ട ഓരോന്ന് എടുത്ത് താഴെ ഇടും. നീ അത് ക്യാച്ച് ചെയ്യണം. ഞാൻ മുട്ടയുമായി ചാടിയ മുട്ട പൊട്ടിപ്പോവും. ഓക്കെ? പിന്നെ ആ 4 കാലീസ് എല്ലാം സ്ലീപ്പ് മോഡിലല്ലേ നോക്കിയേ? അതെ അതെ അതെ, എല്ലാം ഉറക്കത്തില്ല. പക്ഷേ ആ തമിഴത്ത് ചെമ്പക ഉറങ്ങിയോ എന്നൊരു സംശയമുണ്ട്. പോയി നോക്കണോ? അത് വിട്ടേക്ക്. ആ വെള്ള ആടും വെള്ളപ്പശുവും അവരെ ശ്രദ്ധിച്ചാ മതി. മറ്റേത് പോഴത്തി അപ്പൊ ഇല്ലേ അതാ കല്ലേ അതാന്ന് അറിയാത്ത പെണ്ണാണ്. വാ. ഞാൻ ഈ 2 മുട്ടയും കൊണ്ട് എങ്ങനെ നടക്കുവടി? ഒരെണ്ണം നീ പിടി. എന്നാ നിനക്ക് 2 കാലം നടക്കാൻ പറ്റത്തില്ലേ? എടാ, അപ്പുറത്തെ വീട്ടിലെ പട്ടിയൊക്കെ 2 കാലം സുഖമായിട്ട് നടക്കുന്നുണ്ടല്ലോ. നിനക്ക് എന്നാ പറ്റാത്തത്? എനിക്ക് പറ്റായികയൊന്നുമില്ല. ഞാൻ വേണേ ഒറ്റക്കാലേ വരെ നടക്കും. കാണണ? തൽക്കാലം 2 കാലം നടക്ക്. വാ. അയ്യോ നല്ല. ഇവിടെ അവള് മുങ്ങിയാ? ആള്ള നായിന്റെ മോനെ, നീയാണല്ലേ ഈ മുട്ടയൊക്കെ മോട്ടിക്കണത്. നിനക്ക് താരാടാ പട്ടി. അയ്യോ, എന്നാ പറ്റിയടാ നിനക്ക്? കുടത്തിലോ മറ്റോ തലയിട്ടോ ആണോടാ? ஐயையோ, நாய்க்குட்டினால் பேசவே முடியாதடி. അതെ, വെറുതെ സംസാരിക്കാൻ ശ്രമിക്കണ്ട. 2 ആഴ്ചത്തേക്ക് കഴുത്തനക്കരുതെന്നല്ലേ മൃഗാശുപത്രി എന്ന് പറഞ്ഞത്. പിന്നെ 2 ആഴ്ച ലിക്വിഡ് ഫുഡ് മാത്രമേ കഴിക്കാവുള്ളൂ. അതേ കഴിക്കാൻ പറ്റൂ. ഉമ്മാട് എന്തോ പറ്റിയതായിരിക്കും. അതെ, അവനൊരു കള്ളനെ പിടിക്കാൻ നോക്കിയതാ. പക്ഷെ കള്ളനെ കിട്ടിയില്ലെങ്കിലും അവനുമായിട്ട് നല്ല ഫൈറ്റ് നടത്തി. കള്ളനെ അവൻ തറ പറ്റിച്ചു അല്ലേടാ? അടുക്കളപ്പുറത്ത് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ചെന്ന് കുടിക്ക്. അല്ലടി, അവൻ എന്ത് മോട്ടിക്കാൻ വന്നവനെയാണ് പഞ്ഞിക്കിട്ടത്? മൊട്ട. എന്ത്? മൊട്ടേ, മൊട്ട.